സൗദി അറേബ്യയെ വിഴുങ്ങി കാട്ടുതീ. സൗദിയിൽ മാത്രമല്ല, കുവൈറ്റ്, ജോർദാൻ എന്നീ രാജ്യങ്ങളെയും മണൽക്കാറ്റ് ബാധിച്ചു. മണൽക്കാറ്റ് വീശിയടിച്ചതോടെ മേഖലകളിൽ നിന്ന് 3 രാജ്യങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. أبشركم جبعة مطر الحمد لا إله إلا الله. يا ساتر شو العاصفة؟ لا حول ولا قوة إلا بالله. عاصفة المطلع 3 مايو 2025. വരും ദിവസങ്ങളിലും മോശം കാലാവസ്ഥ തുടരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മധ്യ സൗദിയിലാണ് മണൽക്കാറ്റ് വീശിയത്. അൽ ഖ്വാസിം പ്രവിശ്യയിൽ പൊടിക്കാറ്റിൻ്റെ വൻമല ഉയർന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഞായറാഴ്ച മേഖലയിൽ വ്യാപകമായി മണൽക്കാറ്റ് വീശിയെന്നും കാഴ്ചപരിധി 0 മാറിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. മണൽക്കാറ്റ് 2000 മീറ്റർ വരെ ഉയരത്തിലെത്തിയേക്കാമെന്നും മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ കൊടുങ്കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സൗദിയിലെ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം 3 മേഖലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. റിയാദിലും കിഴക്കൻ പ്രവിശ്യകളിലുമാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ മേഖലകളിൽ മണൽക്കാറ്റും കനത്ത മഴയും പ്രളയവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു. വീട്ടിനുള്ളിൽ തന്നെ തുടരാൻ ആളുകൾക്ക് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തുറന്ന സ്ഥലങ്ങളിൽ പോകരുതെന്നും യാത്ര പരിമിതപ്പെടുത്തണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കുവൈറ്റിനെയും ശക്തമായ പൊടിക്കാറ്റ് ബാധിച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വ്യോമ സമുദ്ര ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. മണിക്കൂറിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ വീശിയ കാറ്റ് ചില പ്രദേശങ്ങളിൽ ദൃശ്യപരത 0 ഈജിപ്തിൽ നിന്നുള്ള 2 വിമാനങ്ങൾ സൗദി അറേബ്യയിലെ ദമാമിലേക്ക് തിരിച്ചുവിട്ടു. കുവൈറ്റ് തുറമുഖ അതോറിറ്റി ഷുവൈബ തുറമുഖങ്ങളിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. പിന്നീട് കാലാവസ്ഥ മെച്ചപ്പെട്ടതിനെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. ജോർദാനിലും കൊടുങ്കാറ്റ് വ്യാപക നാശം വിതച്ചു. മഴ, ഇടിമിന്നൽ, പൊടിക്കാറ്റ് എന്നിവ ദൃശ്യപരതയെ സാരമായി കുറച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ബാധിക്കുകയും ചെയ്തു. ജോർദാനിലെ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ പെട്രയിൽ വെള്ളം കയറി. തുടർന്ന് ഞായറാഴ്ച അധികൃതർ 100 കണക്കിന് സന്ദർശകരെ ഒഴിപ്പിക്കുകയും ചെയ്തു.